നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 662nd day. Today 21st sloka of Pradhamaskandam 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 662 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ത്വമാത്മനാത്മാനമവേഹ്യമോഘദൃക് പരസ്യ പുംസഃ പരമാത്മനഃ കലാം അജം പ്രജാതം ജഗതഃശിവായ തൻ മഹാത്നുഭാവാഭ്യുദയോ ദിഗണ്യതാം. ഓം തത്സത്. ത്വമാത്മനാത്മാനമവേഹ്യമോഘദൃക് പരസ്യ പുംസഃ പരമാത്മനഃ കലാം അജം പ്രജാതം ജഗതഃശിവായ തൻ മഹാനുഭാവാഭ്യുദയോ ദിഗണ്യതാം. ഓം തത്സത്. ത്വം ആത്മനാ ആത്മാനം അവേഹ്യ അമോഘദൃക് പരസ്യ പുംസ പരമാത്മനഃ കലാം അജം പ്രജാതം ജഗത ശിവായ ത്വം മഹാനുഭാവാഭ്യുദയോ അതിഗണ്യതാം. ഓം തത്സത്. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അമോഘദൃക് എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ ദൃഷ്ടിയോട് കൂടിയവനെ, അതായത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്ന ഇടമൊന്നും ഫലമില്ലാതെ ആവുകയില്ല, ഫലത്തോടു കൂടിയുള്ള ദൃഷ്ടിയുള്ളവനെ. ത്വം അങ്ങുന്ന്, അതായത് വ്യാസഭഗവാൻ, ആത്മന സ്വയമേവ, ആത്മാനം ആത്മാവായും, അജം ജനനമില്ലാത്തവനായും ഇരുന്നിട്ട്, ജഗത ലോകത്തിൻ്റെ, ശിവായ മംഗളത്തിനായിക്കൊണ്ട്, പ്രജാതം പ്രകർഷേണ ജാതനായ യാദൃച്ഛികമായിട്ട് ജാതനായ, പരസ്യ പുംസം യാദൃച്ഛികമായിട്ടല്ലാതെ ജാതനായ, പ്രകർഷേണ ജാതനായ, പരസ്യ പുംസ പരമപുരുഷനായ, പരമാത്മാവിൻ്റെ കലാം അംശമാണെന്ന് അവേഹി അറിഞ്ഞാലും, മഹാനുഭാവാഭ്യുദയ മഹത്തായ അനുഭവത്തോട് കൂടിയവൻ്റെ പരാക്രമം, അതിഗണ്യതാം അധികം ഗണിക്കപ്പെട്ടാലും, അതായത് വ്യാസഭഗവാന്റെ തന്നെ മഹത്വം ശ്രീനാരദർ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ ദൃഷ്ടിക്ക് ഫലമുള്ളവനെ, അല്ലെങ്കിൽ നിഷ്ഫലമല്ലാത്ത ദൃഷ്ടിയോട് കൂടിയവനെ, അത്രയ്ക്കും മഹത്വമായ കാഴ്ചയുള്ളവനെ, ത്വം അവിടുന്ന്, ആത്മൻ സ്വയമേവ ആത്മാവായും മരണമില്ലാത്തവനായും ഇരുന്നിട്ട്, ഈ ലോകത്തിൻ്റെ മഹാത്മ്യത്തിനായിട്ട് മംഗളത്തിനായിക്കൊണ്ട് ജനിച്ച പരമപുരുഷനായ ആ പരമാത്മാവിൻ്റെ, ഈ സർവ്വലോകവും നിലനിർത്തുന്ന ആ ആത്മാവിൻ്റെ അംശമായിക്കൊണ്ട് ജനിച്ചതാണ്. എല്ലാവരും ആ ഭഗവാന്റെ അംശം തന്നെയാണ്. ഭഗവാൻ ഇല്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്ത് ചരവും അചരവുമെല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്. എങ്കിലും ചില മഹാത്മാക്കൾക്ക് ആ ഭഗവാന്റെ അംശം കൂടിയിരിക്കും. അങ്ങനെയുള്ള ഭഗവാന്റെ അംശം തന്നെ ആയിട്ടുള്ള അവിടുന്ന് ഈ ഭഗവാന്റെ മഹത്തായ അനുഭവത്തോട് കൂടിയിട്ടുള്ള ഈ ഭഗവാന്റെ പരാക്രമങ്ങൾ
വിശദീകരിച്ചാലും നിരൂപണം ചെയ്താലും സാധാരണക്കാർക്ക് വേണ്ടി ആ ഭഗവാൻ തന്നെ ആയിട്ടുള്ള വ്യാസർ ആ ഭഗവാന്റെ തന്നെ കഥകൾ പറഞ്ഞു തന്നാലും വിശദമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താലും എന്ന് വ്യാസഭഗവാനോട് നാരദർ പറയുകയാണ്. എങ്ങനെയുള്ള വ്യാസഭഗവാൻ എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറയുകയാണ്. അത്രയ്ക്കും ഉത്തമമായിട്ടുള്ള ദൃഷ്ടിയുള്ള, നിഷ്ഫലമല്ലാത്ത ദൃഷ്ടിയോട് കൂടിയിട്ടുള്ള ആത്മാവിനെ അറിയുന്ന, സ്വയമേവ ആത്മാവിനെ അറിയുന്നവനും ജനന മരണമില്ലാത്തവനും ലോകത്തിന് ശിവായ മംഗളത്തിനായിക്കൊണ്ട്, ലോകത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ട് ജനിച്ച പരമപുരുഷനായ അവിടുന്ന് ആ പരമാത്മാവിൻ്റെ ഏതൊരംശം ആയാണോ നിങ്ങൾ ജനിച്ചിരിക്കുന്ന ആ പരമമായിട്ടുള്ള ആ പരമാത്മാവിൻ്റെ കഥകൾ നിരൂപണം ചെയ്താലും എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ത്വമാത്മാനമാത്മാനമവ്യേഹ്യമോഘദൃക് പരസ്യ പുംസ പരമാത്മനഃ കലാം അജം പ്രജാതം ജഗതഃ ശിവായ തന്മഹാനുഭാവാഭ്യുദയോദ്ധിഗണ്യതാം. ഓം ശ്രീകൃഷ്ണായ നമഃ. അധിഗണ്യതാം എന്ന് പറഞ്ഞാൽ അധികം ഗണിക്കപ്പെട്ടാൽ, അധികം നിരൂപണം ചെയ്താലും. അധികം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാധാന്യം, അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിരൂപണം ചെയ്താലും, മറ്റുള്ള കഥകളുടെ കൂടെ ഭഗവാന്റെ കഥ അല്പം പറയാതെ ഭഗവാന്റെ കഥകൾക്ക് മുഖ്യത്വം കൊടുത്തുകൊണ്ട് നിരൂപണം ചെയ്താലും എന്ന് പറയുകയാണ്. ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥയാണ് ഇവിടെ ആരംഭിക്കുന്നത്. നാരദർ പറഞ്ഞിട്ടാണ് വ്യാസഭഗവാൻ ശ്രീമദ് മഹാഭാഗവതം സൃഷ്ടിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.